ആശയറ്റവർക്ക് ഈ സദ്വർത്തമാനം കേൾക്കുമ്പോൾ ജീവിതത്തിലെ നിരാശകൾ മാറി ഒരു പ്രത്യാശ വെളിപ്പെടുവാനിടയാകും. അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും ഒരു ദൗത്യമുണ്ട്. എന്തുവെന്നറിയാമോ? ആശയറ്റവരെ പ്രത്യാശയുള്ളവരാക്കുക, വേദനിക്കുന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുക, നിരാശയിൽ കിടക്കുന്നവരെ ഉറപ്പിക്കുക, ആത്മീയമായി ക്ഷീണിച്ചവരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുക. ഇതിനകത്ത് അഭിഷേകം പകരപ്പെട്ടതും നാം പ്രാപിച്ചതും കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് കൈ പൊട്ടിച്ചു പോകാനല്ലെന്ന്. അന്യഭാഷ പ്രാപിച്ചത് ദൈവത്തോട് സംസാരിക്കാൻ. അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. തനിക്ക് തന്നെ ആത്മിക വർധന വരുത്തുന്നു. നമുക്ക് ആത്മിക വർധന വരുത്തുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, ഒക്കെ ശരിയാ. എന്നാൽ ദൈവിക ദൗത്യം, അഭിഷേകം എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് തകർന്ന ചില ഹൃദയങ്ങളെ, മുറിവുകളെ കെട്ടുവാൻ, ആശയറ്റവരെ പ്രത്യാശയിലേക്ക് നടത്തുവാൻ, മനസ്സ് തകർന്നവരെ ഉറപ്പിക്കുവാൻ, ആമേൻ എന്ന് പറഞ്ഞ ദൈവ കൃപയുള്ളവനോട് സംസാരിച്ചാൽ തന്നെ അവൻ്റെ അകത്തെ അഭിഷേകം നമ്മളകത്തോട്ട് വ്യാപരിക്കും.